Hi everyone, I am Shalini Johnson, the Center Head, Reliant Group of Institutions. In today's class, we are going to discuss about management, its characteristics, the famous Henry Fayol's 14 Principles of Management and its functions. So let's start. Management is a very common term. It's a universal concept that is needed in every organization, whether it is business organization or non-business organizations like schools, colleges, hospitals, etc. The word management, that is derived from a Latin word manus, which means hand. The word manual also has its origin from the same manus. അതായത് ഹാൻഡ് എന്നർത്ഥമുള്ള ഒരു ലാറ്റിൻ വേർഡിൽ നിന്നാണ് മാനേജ് എന്നൊരു വേർഡ് ഡിറൈവ് ചെയ്തിരിക്കുന്നത്. In this sense, managing something means control it with your hands. So, മാനേജ്മെൻറ്റിൻ്റെ എവല്യൂഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ we can trace it back from the days where human beings started living in groups. The management as a discipline ആയിട്ട് ഡെവലപ്പ് ചെയ്തത് late 90s. So, let's see what is management. Management is a process of planning and organizing the resources and activities of a business to achieve specific goals in the most effective and efficient manner possible. Efficiency in management refers to the completion of tasks correctly and at minimal cost. Effectiveness in management relates to the completion of tasks with specific timelines to yield tangible results. So let's discuss it in detail. Management, it's a process. പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആക്ഷൻസ് വരുന്ന ഒരു ആക്ടിവിറ്റിയാണ്. മോർ ദാൻ വൺ ആക്ഷൻസ് ഉള്ള ഒരു ആക്ടിവിറ്റിനെയാണ് നമ്മൾ പ്രോസസ്സ് എന്ന് പറയുന്നത്. പ്രോസസ്സ് ഓഫ് പ്ലാനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? തിങ്ക് ബിഫോർ യു ഡു. നമ്മൾ ചെയ്യാൻ പോകുന്നതിന് മുൻപായിട്ട് ആലോചിക്കുന്നതിനെയാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. ആൻഡ് ഓർഗനൈസിങ് മീൻസ് ബ്രിങ്ങിങ് ടുഗദർ ഡിഫറെൻറ്റ് റിസോഴ്സസ് ഓഫ് ദ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ദ റിസോഴ്സസ് ആൻഡ് ആക്ടിവിറ്റീസ് ഓഫ് എൻ ഓർഗനൈസേഷൻ. എന്തൊക്കെയാണ് ഒരു ഓർഗനൈസേഷനിലെ റിസോഴ്സ് എന്ന് പറയുന്നത്? ഇറ്റ് ക്യാൻ ബി മെൻ ആവാം, മെറ്റീരിയൽ ആവാം, മണി ആവാം. ഇതെല്ലാം ഒരു ഓർഗനൈസേഷൻസിൻ്റെ റിസോഴ്സ് ആണ്. ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ഇത് കൂട്ടിച്ചേർത്ത് കൊണ്ടുവരുന്നത്? ടു അച്ചീവ് സ്പെസിഫിക് ഗോൾസ്. എന്തൊക്കെയായിരിക്കാം ഒരു ഓർഗനൈസേഷൻ്റെ ഗോൾസ് എന്ന് പറയുന്നത്? ഇറ്റ് ക്യാൻ ബി പ്രോഫിറ്റ് മാക്സിമൈസേഷൻ, വെൽത്ത് മാക്സിമൈസേഷൻ, സംടൈംസ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. ഇങ്ങനെയൊക്കെ ആയിരിക്കാം ഈ ഗോൾസ് എന്ന് പറയുന്നത്. ഇത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മാനേജ്മെൻറ്റിൽ മെയിനായിട്ട് ആക്ടിവിറ്റി നടക്കുന്നത്. ഇനി ഇത് എങ്ങനെ അച്ചീവ് ചെയ്യണം എന്നും കൂടിയും പറയുന്നുണ്ട്. എഫക്റ്റീവായിട്ടും എഫിഷ്യൻ്റായിട്ടുമാണ് അച്ചീവ് ചെയ്യേണ്ടത്. എന്താണ് എഫക്റ്റീവ്നെസ് ഓർ എന്താണ് എഫിഷ്യൻസി? എഫിഷ്യൻസി എന്ന് പറയുന്നത് ഏതൊരു ടാസ്കും കറക്റ്റായിട്ടും മിനിമം കോസ്റ്റിലും അച്ചീവ് ചെയ്യുകയാണെങ്കിൽ അതിനെ എഫിഷ്യൻസി എന്ന് പറയുന്നു. ദെൻ എഫക്റ്റീവ്നെസ് എന്ന് പറയുന്നത് അത് ടൈം ബൗണ്ട് ആയിട്ടും ടാഞ്ചിബിൾ റിസൾട്ട്സ് കൊണ്ടുവരുന്നതാണെങ്കിൽ അതിനെ എഫക്റ്റീവ്നെസ് എന്ന് പറയുന്നു. എന്താണ് ഈ ടാഞ്ചിബിൾ റിസൾട്ട്സ്? ടാഞ്ചിബിൾ റിസൾട്ട്സ് ഹിയർ മീൻസ് മെഷറബിൾ റിസൾട്ട്സ്. സോ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അതൊരു പ്രോസസ്സാണ്. എന്തൊക്കെ ഉള്ള പ്രോസസ്സ്? പ്ലാനിങ് ഉണ്ട്, അതിൽ ഓർഗനൈസിങ് ഉണ്ട്. എന്താണ് പ്ലാൻ ചെയ്യുന്നതും ഓർഗനൈസ് ചെയ്യുന്നത്? ആക്ടിവിറ്റി അല്ലെങ്കിൽ റിസോഴ്സസ് ഓഫ് ദ ഓർഗനൈസേഷനാണ്. എന്തിനു വേണ്ടിയാണ് ഇത് പ്ലാൻ ചെയ്യുന്നത് അല്ലെങ്കിൽ ഓർഗനൈസ് ചെയ്യുന്നത്? ടു അച്ചീവ് സം സ്പെസിഫിക് ഗോൾസ്. ഇനി ഈ ഗോൾസ് എങ്ങനെ അച്ചീവ് ചെയ്യണം? അത് എഫിഷ്യൻ്റായിട്ടും എഫക്റ്റീവായിട്ടും അച്ചീവ് ചെയ്യുമ്പോഴാണ് അതിനെ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. Next, it's a definition of management. Management is the art of getting things done through others and with formally organized groups, according to Harold Kuntz. In this definition, Harold Kuntz പറയുന്നത് അവിടെ അദ്ദേഹം കൂടുതൽ എംഫസിസ് കൊടുക്കുന്നത് റിസൾട്ട്സിനാണ്, നോട്ട് ദ അതോറിറ്റി. ദാറ്റ് മീൻസ് ഡെലിഗേഷൻ ഓഫ് വർക്ക്. ഒരു ഓർഗനൈസേഷൻ്റെ എല്ലാ വർക്കും മാനേജർക്കോ അല്ലെങ്കിൽ ഒരു പേഴ്സണ് തനിച്ച് ചെയ്യാൻ പറ്റില്ല. ഇറ്റ് ഷുഡ് ബി ഡെലിഗേറ്റഡ് ടു അതർ ടീം മെമ്പേഴ്സ് ഓൾസോ. നെക്സ്റ്റ് കംസ് ദ റിസോഴ്സസ് ഓർ 5 M's ഓഫ് മാനേജ്മെൻറ്റ്. മണി, മെൻ, മെറ്റീരിയൽ, മെഷീൻ ആൻഡ് മെത്തേഡ്. മണി എന്ന് പറയുന്ന ഫസ്റ്റ് റിസോഴ്സസ് അല്ലെങ്കിൽ ഫസ്റ്റ് M ഓഫ് മാനേജ്മെൻറ്റ്, ദാറ്റ് ഈസ് ദ ക്രൂഷ്യൽ resources of an organization, because with the help of this money we are acquiring all other resources. Next M is men.
the main resources of an organization. It refers to the skilled or unskilled labors of the organization. ഈ ഒരു റിസോഴ്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് they can act by themselves. All other resources ഈ ഒരു മെൻ്റെ സഹായത്തോടു കൂടിയാണ് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത്. നെക്സ്റ്റ് കംസ് മെറ്റീരിയൽ. Here materials may be raw material, semi-finished goods or finished material. So ഈ മെറ്റീരിയൽ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ക്വാളിറ്റി പ്രോഡക്ട്സ് ബിൽഡ് ചെയ്തെടുക്കുന്നത്. നെക്സ്റ്റ് റിസോഴ്സസ് ഈസ് മെഷീനറി. ഹിയർ മെഷീനറി മീൻസ് ദ എക്യുപ്മെൻറ്റ് used to convert raw material into semi-finished goods, or from semi-finished goods it can be converted into finished product. And the method means the ways of doing things. ഏതൊക്കെ രീതിയിലാണ് ഇതെല്ലാം പ്രോസസ്സ് ചെയ്തെടുക്കുന്നത് അത് സൂചിപ്പിക്കാനാണ് the last M or the fifth M method is used. Next is the characteristics of management. Just like everyone, നമുക്ക് എല്ലാവർക്കും നമ്മുടേതായ ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ സ്വഭാവ സവിശേഷതകളുണ്ട്. സോ മാനേജ്മെൻറ്റിൻ്റെ സ്വഭാവ സവിശേഷതകൾ എന്താണെന്ന് നോക്കാം. The first one is continuous and never ending process. Management എന്ന് പറയുന്നത് it starts with the formation of the company and ends with the വൈൻഡിങ് അപ്പ് ഓഫ് ദ കമ്പനി. അതായത് ഒരു ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് മുതൽ അത് എൻഡ് ചെയ്യുന്നത് വരെ ഈ മാനേജ്മെൻറ്റിൻ്റെ പ്രസൻസ് അത്യാവശ്യമാണ്. ദ സെക്കൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഈസ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ പീപ്പിൾ. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു മാനേജർക്ക് കമ്പനിയുടെ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ്റെ എല്ലാ വർക്കും തനിച്ച് ചെയ്യാൻ പറ്റില്ല. സോ ഹി ഹാസ് ടു ഡെലിഗേറ്റ് ദ പവർ ഓർ ദ വർക്ക് ടു ദ ടീം മെമ്പേഴ്സ് ഓൾസോ. അപ്പം മറ്റുള്ളവരിൽ കൂടെ ഓർഗനൈസേഷൻസിൻ്റെ ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ ഗോൾസ് അച്ചീവ് ചെയ്യിച്ചെടുക്കുക എന്നുള്ളതാണ് അടുത്ത ക്യാരക്ടറിസ്റ്റിക്സ് പറയുന്നത്. നെക്സ്റ്റ് ഈസ് മാനേജ്മെൻറ്റ് ആസ് ബോത്ത് സയൻസ് ആൻഡ് ആർട്ട്. Why management is called as a science? Because it has a proven universal truth or proven universal principles ഉണ്ട്. അതുപോലെ തന്നെ മാനേജ്മെൻറ്റിൽ കോസ് ആൻഡ് ഇഫക്റ്റ് റിലേഷൻഷിപ്പ് നമുക്ക് കാണാൻ പറ്റും. കോസ് ആൻഡ് ഇഫക്റ്റ് റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പം for example, if we eat more and we do not exercise, we will gain weight. സോ ഇവിടെ ഭക്ഷണം കഴിക്കുക വിത്തൗട്ട് എക്സസൈസിങ് എന്നുള്ളത് കോസാണ്, അതിൻ്റെ എഫക്റ്റാണ് ഗെയിൻ ചെയ്യുന്നത്, വെയിറ്റ് ഗെയിൻ ചെയ്യുക എന്നുള്ളത്. സോ യു ക്യാൻ ഫൈൻഡ് ദിസ് കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ് ഇൻ മാനേജ്മെൻറ്റ്. ദാറ്റ് ഈസ് വൈ ദ മാനേജ്മെൻറ്റ് ഈസ് കോൾഡ് ആസ് എ സയൻസ്. ദെൻ വൈ ഇറ്റ് ഈസ് കോൾഡ് ആസ് ആൻ ആർട്ട്? ബിക്കോസ് ആർട്ട് എന്ന് പറയുന്നതിൽ നമ്മുടെ പേഴ്സണൽ സ്കിൽസും കൂടി അപ്ലൈ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഓരോ മാനേജേഴ്സും ഡിഫറെൻ്റ് ആണ്. അതുപോലെ തന്നെ ഒരു പാട്ട് രണ്ട് സിംഗേഴ്സ് ഒരേപോലെ അല്ല പാടുന്നത്. ദേ ആർ അപ്ലൈയിങ് ദെയർ പേഴ്സണൽ സ്കിൽസ് ഇൻ ഇറ്റ്. അതുപോലെ തന്നെയാണ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് കോൾഡ് ആസ് ആൻ ആർട്ട്. നെക്സ്റ്റ് ഈസ് മൾട്ടി ഡിസിപ്ലിനറി. മൾട്ടി ഡിസിപ്ലിനറി മീൻസ് ഇൻ മാനേജ്മെൻറ്റ് യു ക്യാൻ ഫൈൻഡ് ഡിഫറെൻറ്റ് ഡിസിപ്ലിൻസ് ലൈക്ക് മാത്സ് കാണാം, സ്റ്റാറ്റിസ്റ്റിക്സ് കാണാം, സൈക്കോളജി കാണാം, ഹിസ്റ്ററി കാണാം. ഇതെല്ലാം നിങ്ങൾക്ക് മാനേജ്മെൻറ്റിൽ കണ്ടെത്താൻ പറ്റും. അതുകൊണ്ടാണ് മാനേജ്മെൻറ്റിനെ മൾട്ടി ഡിസിപ്ലിനറി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് എ ഗ്രൂപ്പ് നോട്ട് ആൻ ഇൻഡിവിജ്വൽ ആക്ടിവിറ്റി. മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റിയാണ്. ഇവിടെ 3 ഗ്രൂപ്പിനെ കുറിച്ചാണ് മെൻഷൻ ചെയ്യുന്നത്. ഫസ്റ്റ് എന്ന് പറയുന്നത് എംപ്ലോയീസ് എന്ന് പറയുന്ന ഗ്രൂപ്പ്, സെക്കൻഡ് എന്ന് പറയുന്നത് എംപ്ലോയേഴ്സ് എന്ന് പറയുന്ന ഗ്രൂപ്പ്, ആൻഡ് തേർഡ് ഈസ് കൺസ്യൂമേഴ്സ് എന്ന് പറയുന്ന ഗ്രൂപ്പ്. ഈ എംപ്ലോയീസിൻ്റെ എഫേർട്ട് ഉപയോഗിച്ച് എംപ്ലോയേഴ്സിൻ്റെ ഗോൾസ് അച്ചീവ് ചെയ്യുക, അതുവഴി കൺസ്യൂമേഴ്സിനെ സാറ്റിസ്ഫൈ ചെയ്യുക അല്ലെങ്കിൽ അവരുടെ നീഡ്സ് ആൻഡ് വാണ്ട്സ് അച്ചീവ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് മാനേജ്മെൻറ്റ്. Next is management is goal oriented process. Every organization has its own goals. Some organization has a goal of maximum profit ഉണ്ടാക്കുക എന്നുള്ളതായിരിക്കാം, ചിലർക്ക് അവരുടെ വെൽത്ത് മാക്സിമൈസ് ചെയ്യാമെന്നായിരിക്കാം, ചിലർക്ക് സർവീസ് പ്രൊവൈഡ് ചെയ്യാമെന്നായിരിക്കാം. സോ എന്ത് ഗോളും ആയിക്കോട്ടെ മാനേജ്മെൻറ്റിൻ്റെ ഹെൽപ്പോടുകൂടി ഈ ഗോള് അച്ചീവ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. നെക്സ്റ്റ് ഈസ് management is a pervasive. That means you can find management everywhere. It is not restricted into a business organization only. You can find management in schools, hospitals and even at your home also. നിങ്ങളുടെ വീട്ടിൽ അമ്മയുടെ അടുത്ത് ഒരു ചായ ചോദിക്കുമ്പോൾ അമ്മ ചായക്ക് വേണ്ട പാല്, പഞ്ചസാര, ചായപ്പൊടി ഇതൊക്കെ നേരത്തെ പ്ലാൻ ചെയ്ത് ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ സമയത്ത് ചായ കിട്ടുന്നുള്ളൂ. സോ യു ക്യാൻ ഫൈൻഡ് മാനേജ്മെൻറ്റ് എവ്രിവെയർ. ദാറ്റ് ഈസ് പെർവാസീവ്.
Next is management is a dynamic function. Here dynamic means changing function. മാനേജ്മെൻറ്റ് അതിൻ്റെ ഗോൾസ് അതല്ലെങ്കിൽ അതിൻ്റെ വിഷൻ മിഷൻ ഇതെല്ലാം ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കണം അക്കോർഡിംഗ് ടു ദ ചേഞ്ചസ് ഇൻ ദ എൻവയോൺമെൻറ്റ്. ഒരു ഓർഗനൈസേഷൻ ഫോം ചെയ്യുന്ന സമയത്തുള്ള ഒരു ഗോൾ ആയിരിക്കണമെന്നില്ല ആഫ്റ്റർ 2 years ആ ഓർഗനൈസേഷൻ്റെ ഗോൾ. സോ ഇറ്റ് ഷുഡ് ബി ചേഞ്ച്ഡ് അക്കോർഡിംഗ് ടു ദ ചേഞ്ചസ് ഹാപ്പൻ ഇൻ ദ എൻവയോൺമെൻറ്റ്. Next is intangible. Intangible means you cannot see or you cannot touch but you can feel it. So management എന്ന് പറയുന്നതും നിങ്ങൾക്ക് നേരിട്ട് കാണാനോ ടച്ച് ചെയ്യാനോ പറ്റാത്ത ഒരു ആക്ടിവിറ്റിയാണ്, ബട്ട് അതിൻ്റെ പ്രസൻസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യാം എന്നുള്ളതാണ്. അതായത് ഓർഡർലിനെസ് അല്ലെങ്കിൽ ഡിസിപ്ലിൻഡ് കാര്യങ്ങളായിട്ട് നടക്കുമ്പോൾ അതിൻ്റെ പ്രസൻസ് നമുക്ക് പെട്ടെന്ന് ഫീൽ ചെയ്യാൻ പറ്റും. It is said that it is easier to feel mismanagement. മിസ്മാനേജ്മെൻ്റ് ആണ് നമുക്ക് മാനേജ്മെൻറ്റിനേക്കാളും എളുപ്പത്തിൽ ഫീൽ ചെയ്യാൻ പറ്റുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പം നിങ്ങളൊരു ഗവൺമെൻറ് ഓഫീസിലേക്ക് പോവുക, അവിടെ ചെന്നിട്ട് നിങ്ങൾക്ക് പല കാര്യങ്ങളും നടക്കുന്നില്ല. ഒരു ഡെസ്കിൽ നിന്ന് അടുത്ത ഡെസ്കിലേക്ക് നിങ്ങളെ ട്രാൻസ്ഫർ ചെയ്യുന്നു, അല്ലെങ്കിൽ 2 ആഴ്ച കഴിഞ്ഞ് വരാൻ പറയുന്നു. സോ അതിന് ആ ഗവൺമെൻറ് ഓഫീസ് വിസിറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ പുറത്തിറങ്ങുമ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങൾ കമൻറ്റ് ചെയ്യും അവിടെ എല്ലാം മിസ്മാനേജ്ഡ് ആണ്, അല്ലെങ്കിൽ അവിടുത്തെ മാനേജ്മെൻറ്റ് ശരിയല്ല എന്നുള്ളത്. സോ ഇറ്റ് ഈസ് ഈസിയർ ടു ഫൈൻഡ് ഓർ ഫീൽ മിസ്മാനേജ്മെൻറ്റ്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് നീഡ് നോട്ട് ബി ആൻ ഓണർഷിപ്പ്. മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഓണർ ആവണം എന്നില്ല. ബട്ട് ഇൻ സ്മോൾ ഓർഗനൈസേഷനിലാണെങ്കിൽ മാനേജറും അല്ലെങ്കിൽ ഓണറും സെയിം ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പം നിങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു ചെറിയൊരു ഷോപ്പ്, ആ ഷോപ്പിൻ്റെ ഓണർ തന്നെ ആയിരിക്കാം രാവിലെ വന്ന് ആ ഷോപ്പ് തുറന്ന് സാധനങ്ങൾ എടുത്ത് വെച്ച് ആ ഷോപ്പിലെ സാധനങ്ങൾ വിൽക്കുന്നു, കിട്ടുന്ന ക്യാഷ് ബോക്സിലിടുന്നു, ദെൻ വൈകിട്ട് അതിൻ്റെ ഷട്ടർ ഇട്ട് തിരിച്ചു പോകുന്നു. സോ ആ കേസിൽ, ചെറിയ ഓർഗനൈസേഷൻ്റെ കേസിൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നതും ഓണർ എന്ന് പറയുന്നതും സെയിം തന്നെയായിരിക്കും. ബട്ട് ഇറ്റ് ഈസ് നോട്ട് ഇൻ ദ കേസ് ഓഫ് എ ലാർജ് ഓർഗനൈസേഷൻ ഓർ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനീസിൽ വരുമ്പം അവിടെ ഓണേഴ്സ് എന്ന് പറയുന്നത് ഷെയർ ഹോൾഡേഴ്സ് ആണ്. ബട്ട് മാനേജ്മെൻറ്റ്, അതായത് ഡേ ടു ഡേ കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകുന്നത് ഇറ്റ്സ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ്. ഹെൻറി ഫയോൾ, ഹീസ് എ ഫ്രഞ്ച് മൈനിങ് എഞ്ചിനീയർ. അദ്ദേഹമാണ് വേൾഡ് ഫേമസ് ആയിട്ടുള്ള 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് ഡെവലപ്പ് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് ആസ് ആൻ എൻജിനീയർ ആയിട്ട് ഒരു കമ്പനിയിൽ. ദെൻ അവിടെ നിന്ന് പ്രൊമോട്ടഡ് ആയി അദ്ദേഹം മാനേജീരിയൽ ലെവലിലെത്തുന്നു. ലേറ്റർ ഓൺ ആ കമ്പനിയുടെ ഡയറക്ടറായിട്ടാണ് അദ്ദേഹം റിട്ടയർ ചെയ്യുന്നത്. സോ അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് അദ്ദേഹം ഡെവലപ്പ് ചെയ്ത പ്രിൻസിപ്പിൾസ് ആണ് 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അത് ഏത് ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റിലും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പ്രിൻസിപ്പിൾസ് ആണ്. ഇന്നത്തെ മോഡേൺ വേൾഡിലും അദ്ദേഹം ഡെവലപ്പ് ചെയ്ത ഈ 14 പ്രിൻസിപ്പിൾസ് ഇന്നും ഫോളോ ചെയ്യുന്നുണ്ട്. ആൻഡ് ഹീ ഈസ് കൺസിഡേർഡ് ആസ് എ father of general management. So let's see what are the famous 14 principles of Henry Fayol. So first principle is division of work. Work must be divided and allotted to people according to their expertise. According to Henry Fayol, division of work എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷൻ്റെ ഹോൾ വർക്ക് ഒരാൾക്ക് തനിച്ച് ചെയ്ത് തീർക്കാൻ പറ്റില്ല. സോ ഇറ്റ് ഷുഡ് ബി ഡിവൈഡഡ്. അത് ഓരോരുത്തരുടെ എക്സ്പെർട്ടീസ് അനുസരിച്ച്, ഓരോരുത്തരുടെ എക്സ്പീരിയൻസ് അനുസരിച്ച് അത് ഡിവൈഡ് ചെയ്ത് വീതിച്ച് കൊടുക്കുകയാണെങ്കിൽ ആ വർക്കിൻ്റെ പ്രൊഡക്ടിവിറ്റി കൂടും, സ്പീഡ് കൂടും, പെർഫോമൻസ് കൂടും എന്നുള്ളതാണ്. The second principle, that is unity of command. A subordinate should receive orders and be accountable to one boss only. So one boss at a time. അതാണ് unity of command. ഇവിടെ according to Henry Fayol, ഒരാൾക്ക്, ഒരു എംപ്ലോയിക്ക് ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഓർഡേഴ്സ് കിട്ടേണ്ടത് ഒരു ബോസിൽ നിന്ന് മാത്രമായിരിക്കണം. അയാളുടെ ഇമ്മീഡിയറ്റ് സുപ്പീരിയർ ആയിരിക്കാം, അയാളുടെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻ്റ് ആയിരിക്കാം. അയാളിൽ നിന്ന് ഒരു ഇൻസ്ട്രക്ഷൻ അറ്റ് എ ടൈം, ഒരു ഇൻസ്ട്രക്ഷൻ മാത്രമേ ലഭിക്കാവൂ എന്നുള്ളതാണ് ഈ പ്രിൻസിപ്പിൾ പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ എൻ എംപ്ലോയി അയാൾക്ക് ഓർഡർ കൊടുക്കുകയാണ്, അയാളുടെ ഇമ്മീഡിയറ്റ് സുപ്പീരിയർ പറയാണ് ഒരു വർക്ക് 3 to 4 hours തീർക്കണം എന്ന് പറയുന്നു. നെക്സ്റ്റ് വിത്തിൻ 5 minutes അയാളുടെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ് പറയാണ് ഈ പെർട്ടിക്കുലർ വർക്ക് 1 hour തീർക്കണമെന്നുള്ളത്. സോ ദർ ഈസ് എ കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ്. സോ അത് കൺഫ്യൂഷൻസ്, കയോസ് ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. സോ ഇറ്റ് മസ്റ്റ് ബി അവോയ്ഡഡ്. ഒരു എംപ്ലോയിക്ക് ഒരു ബോസ് എന്നുള്ള തരത്തിലായിരിക്കണം വർക്ക് ചെയ്യേണ്ടത്. Next one is authority and responsibility. Authority means right to get things done from subordinates,
and responsibility is the obligation for the performance of the job. അതോറിറ്റി അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി ഇറ്റ് മസ്റ്റ് ഗോ ടുഗദർ ഓർ സൈമൾട്ടേനിയസ്ലി മുന്നോട്ട് പോകേണ്ട രണ്ട് കാര്യങ്ങളാണ്. അതോറിറ്റി എന്ന് പറയുന്നത് ഓർഡർ കൊടുക്കാനുള്ള പവർ, കാര്യങ്ങൾ ചെയ്യിച്ചെടുക്കാനുള്ള പവറിനെയാണ് അതോറിറ്റി എന്ന് പറയുന്നത്. റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ആ കാര്യങ്ങൾ, കൊടുത്ത കാര്യങ്ങൾ ചെയ്തെടുക്കേണ്ട ഒബ്ലിഗേഷനെയാണ് അല്ലെങ്കിൽ ഉത്തരവാദിത്തത്തെയാണ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. ഇത് രണ്ടും പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് പോകണം, ബാലൻസ്ഡ് ആയിട്ട് പോകണം. അതർവൈസ് ഒരു എംപ്ലോയിക്ക് അതോറിറ്റി കൂടുതലും റെസ്പോൺസിബിലിറ്റി കുറവാണെങ്കിൽ അവരുടെ സബോർഡിനേറ്റ്സ് അതിൽ ഫ്രസ്ട്രേറ്റഡ് ആവാം. തിരിച്ചാണെങ്കിലും അതിൽ ഇഷ്യൂസ് വരാനുള്ള സാധ്യതയാണ്. സോ ദർ മസ്റ്റ് ബി എ ബാലൻസ് ബിറ്റ്വീൻ അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി. നെക്സ്റ്റ് ഈസ് യൂണിറ്റി ഓഫ് ഡയറക്ഷൻ. One plan for a group of activities having similar objectives. Whoever engaged in the same activity should have a common goal. ആരൊക്കെ ഈ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്നോ അവർക്കെല്ലാം ഒരു ഗോളായിരിക്കണം, ഒരു ഒബ്ജക്റ്റീവ് ആയിരിക്കണം, ഒരു ഡയറക്ഷനിലേക്ക് ആയിരിക്കണം ഇവരെല്ലാം വർക്ക് ചെയ്യേണ്ടത്. അത് എംപ്ലോയർ ആണെങ്കിലും എംപ്ലോയീസ് ആണെന്നുണ്ടെങ്കിലും ഷുഡ് ഹാവ് എ സെയിം ഡയറക്ഷൻ. നെക്സ്റ്റ് ഈസ് ഇക്വിറ്റി. Manager must be fair and impartial to all age, caste, sex, relation, etc. മാനേജ്മെൻറ്റ് എല്ലാ എംപ്ലോയീസിനെയും ഈക്വലായിട്ട് ട്രീറ്റ് ചെയ്യണം. ദർ മസ്റ്റ് നോട്ട് ബി എനി ഡിസ്ക്രിമിനേഷൻ. എന്തിൻ്റെ പേരിലാണെങ്കിലും, ജെൻഡറിൻ്റെ പേരിലാണെങ്കിലും റിലീജിയൻ്റെ പേരിലാണെങ്കിലും ഒരു വേർതിരിവ് ഒരു ഓർഗനൈസേഷനിൽ കാണിക്കാൻ പാടില്ല എന്നുള്ളതാണ് അടുത്ത പ്രിൻസിപ്പിൾ പറയുന്നത്. നെക്സ്റ്റ് കംസ് ഓർഡർ. Proper and systematic arrangement of things and people. There should be an orderliness in every organization. അതിൻ്റെ ഗുണം എന്താണെന്നുണ്ടെങ്കിൽ യു ക്യാൻ സേവ് ടൈം, പ്രൊഡക്ടിവിറ്റി ക്യാൻ ബി ഇൻക്രീസ്ഡ്. സോ എല്ലാ ഓർഗനൈസേഷനും സിസ്റ്റമാറ്റിക് ആയിട്ടായിരിക്കണം വർക്ക് നടക്കേണ്ടത്. ദർ ഷുഡ് ബി ഓർഡർ ഫോർ എവറി എംപ്ലോയി ഓർ എവറി പ്രോസസ്. നെക്സ്റ്റ് കംസ് ഡിസിപ്ലിൻ. Subordinate must respect their superiors and obey their orders. So in every organization there must be some rules and regulations. ഈ റൂൾസും റെഗുലേഷൻസും കറക്റ്റായിട്ട് ഫോളോ ചെയ്യാൻ അവിടുത്തെ എംപ്ലോയർ ആണെങ്കിലും എംപ്ലോയീസ് ആണെങ്കിലും ശ്രദ്ധിക്കണം. എങ്കിൽ മാത്രമേ ഒരു പ്രൊഡക്റ്റീവ് റിസൾട്ട്സ് കൊണ്ടുവരാനായിട്ട് പറ്റുള്ളൂ. നെക്സ്റ്റ് കംസ് ഇനീഷ്യേറ്റീവ്. Provide opportunity to employees to suggest new ideas, experience and new methods of work. ഇനീഷ്യേറ്റീവ് എടുക്കാൻ എംപ്ലോയീസിനെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് അടുത്തൊരു പ്രിൻസിപ്പിൾ പറയുന്നത്. അതിൻ്റെ ഒരു ഗുണം എന്താണ്? ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം ഇഫ് ദേ ആർ ടേക്കിംഗ് ഇനീഷ്യേറ്റീവ് അവർക്ക് അതിൻ്റെ ഓണർഷിപ്പും കൂടിയും ഏറ്റെടുക്കാൻ തയ്യാറാകും. സോ അവർക്ക് ഈ ഓർഗനൈസേഷൻ്റെ ഒരു ഭാഗമാണ് എന്നുള്ളത് ഒരു ഫീൽ കൊണ്ടുവരാൻ ഈ ഇനീഷ്യേറ്റീവ്സ് അവരെ സഹായിക്കും. സോ ദ മാനേജ്മെൻറ്റ് മസ്റ്റ് എൻകറേജ് ദെയർ എംപ്ലോയീസ് ടു ടേക്ക് ഇനീഷ്യേറ്റീവ്സ്. നെക്സ്റ്റ് ഈസ് ഫെയർ റെമ്യൂണറേഷൻ. ഹെൻറി ഫയോളിൻ്റെ അഭിപ്രായത്തിൽ എംപ്ലോയീസ് ഷുഡ് ബി പെയ്ഡ് ഫെയർലി. അതായത് അവർക്ക് അവരുടെ വർക്കിന് ആനുപാതികമായിട്ടുള്ള ഒരു കോമ്പൻസേഷൻ അല്ലെങ്കിൽ സാലറി പാക്കേജ് പ്രൊവൈഡ് ചെയ്യണം. എങ്കിൽ മാത്രമേ ദേ വിൽ ബി ഹാപ്പി. എങ്കിൽ മാത്രമേ ഒരു പ്രൊഡക്റ്റീവായിട്ട് എംപ്ലോയീസ് ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യത്തുള്ളൂ. നെക്സ്റ്റ് കംസ് സ്റ്റെബിലിറ്റി ഓഫ് ടെനർ. ഒരു ഓർഗനൈസേഷനിൽ എംപ്ലോയീസിന് ജോബ് സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യാൻ കഴിയുകയാണെങ്കിൽ എംപ്ലോയീസിൻ്റെ പെർഫോമൻസ് ലെവല് ഡെഫിനിറ്റ്ലി ഇൻക്രീസ് ചെയ്യും എന്നുള്ളതാണ് ഹെൻറി ഫയോള് പറയുന്നത്. സ്റ്റെബിലിറ്റി ഫീൽ ചെയ്യുന്ന ഒരു എംപ്ലോയി അയാളുടെ മാക്സിമം ഇൻപുട്ട് ആ ഒരു ഓർഗനൈസേഷന് വേണ്ടി കൊടുക്കുമെന്നുള്ളതാണ്. നെക്സ്റ്റ് കംസ് സ്കാലർ ചെയിൻ. സ്കാലർ ചെയിനിൽ പറയുന്നത് ദർ ഷുഡ് ബി എ ഹൈറാർക്കി. അതായത് ഒരു ഓർഡർ വേണം, ലൈൻ ഓഫ് അതോറിറ്റി വേണം. ഒരു മെസ്സേജ് ഫ്രം ദ ടോപ്പ് ബോട്ടം വരെ എത്തണം എന്നുള്ളതാണ് ഈ സ്കാലർ ചെയിൻ എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഷുഡ് ബി കണക്റ്റഡ്. ഒരു എംപ്ലോയി അടുത്തൊരു എംപ്ലോയി ആയിട്ട് അയാളുടെ ഇമ്മീഡിയറ്റ് സുപ്പീരിയർ ആയിട്ട് കണക്റ്റഡ് ആയിട്ട് ഇരിക്കണം എന്നുള്ളതാണ് ഈ പ്രിൻസിപ്പിൾ സൂചിപ്പിക്കുന്നത്. നെക്സ്റ്റ് കംസ് സബോർഡിനേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് ടു ജനറൽ ഇൻട്രസ്റ്റ്. ഹെൻറി ഫയോളിൻ്റെ അഭിപ്രായത്തിൽ ഓരോ എംപ്ലോയീസിനും അവരവരുടെ പേഴ്സണൽ ഇൻട്രസ്റ്റ് ഉണ്ടാവാം, പേഴ്സണൽ ഗോൾസ് ഉണ്ടാവാം. ബട്ട് ദ എംപ്ലോയീസ് ഷുഡ് ഗിവ് മോർ പ്രയോറിറ്റി ടു ദിസ് പേഴ്സണൽ ഇൻട്രസ്റ്റിനേക്കാളും പ്രയോറിറ്റി കൊടുക്കേണ്ടത് ഗ്രൂപ്പ് അല്ലെങ്കിൽ കമ്പനിയുടെ ഇൻട്രസ്റ്റിനാണ്. എങ്കിൽ മാത്രമേ കമ്പനിയുടെ ഗോൾസ് സ്മൂത്ത്ലി അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ.
Next is esprit de corps, that is unity is strength. ഹെൻറി ഫയോളിൻ്റെ അഭിപ്രായത്തിൽ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ടീം സ്പിരിറ്റ് ബിൽഡ് ചെയ്തെടുക്കണം. എങ്കിൽ മാത്രമേ ഒരു ഓർഗനൈസേഷനിലെ വർക്ക് സ്മൂത്തായിട്ട് റൺ ചെയ്യുള്ളൂ, ഗോൾസ് എത്രയും പെട്ടെന്ന് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. ദ മാനേജർ മസ്റ്റ് റീപ്ലേസ് ഐ വിത്ത് വി എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിൽ വേണം വർക്ക് ചെയ്യാനാണ്. അതാണെങ്കിൽ മാത്രമേ ഒരു ഓർഗനൈസേഷൻ എത്രയും പെട്ടെന്ന് അതിൻ്റെ ഗോൾസ് അച്ചീവ് ചെയ്യുന്നുള്ളൂ. Next is centralization and decentralization. Centralization means authority in the hands of few. കുറച്ച് പേരിൽ മാത്രം അധികാരം ചുരുങ്ങിയിരിക്കുന്നതിനെയാണ്, അധികാര കേന്ദ്രീകരണത്തിനെയാണ് സെൻട്രലൈസേഷൻ എന്ന് പറയുന്നത്. ഡീസെൻട്രലൈസേഷൻ മീൻസ് അധികാര വികേന്ദ്രീകരണം. സോ അക്കോർഡിംഗ് ടു ഹെൻറി ഫയോൾ ദർ ഷുഡ് ബി എ ബാലൻസ് ബിറ്റ്വീൻ സെൻട്രലൈസേഷൻ ആൻഡ് ഡീസെൻട്രലൈസേഷൻ. സെൻട്രലൈസേഷൻ കൂടുതലാണെങ്കിലും ഡീസെൻട്രലൈസേഷൻ കൂടുതലാണെങ്കിലും അതിൽ എംപ്ലോയീസിൻ്റെ ഇടയിലും എംപ്ലോയറുടെ ഇടയിലും അതിൻ്റെ അതൃപ്തി ഉണ്ടാവും. സോ ദർ മസ്റ്റ് ബി എ ബാലൻസ് ബിറ്റ്വീൻ centralization and decentralization. So now we have covered the 14 principles of Henry Fayol's. Next comes the functions of management. As you may heard about different functions of management, അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫങ്ഷൻസ് ആണ് നമ്മളിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. So the first one, that is planning. പ്ലാനിങ് മീൻസ് ഡിസൈഡിങ് ഇൻ അഡ്വാൻസ്. എന്താണ് ഡിസൈഡ് ചെയ്യുന്നത്? വാട്ട് ടു ഡു, വെൻ ടു ഡു, ഹൗ ടു ഡു. ഈ 3 ക്വസ്റ്റ്യൻസിന് ആൻസർ കണ്ടെത്തുന്നതാണ് പ്ലാനിങ് എന്ന് പറയുന്ന ഫങ്ഷൻ. സോ ഇറ്റ് ബ്രിഡ്ജസ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ വേർ വി ആർ നൗ ടു വേർ വി വാണ്ട് ടു ബി. നിങ്ങളിപ്പോൾ എവിടെയാണോ, നിങ്ങൾക്ക് എവിടെയാണോ എത്തിച്ചേരേണ്ടത്, ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യലാണ് പ്ലാനിങ് എന്നുള്ള ആക്ടിവിറ്റി വഴി ചെയ്യുന്നത്. നെക്സ്റ്റ് കംസ് ഓർഗനൈസിങ്. ഓർഗനൈസിങ് മീൻസ് ബ്രിങ്ങിങ് ടുഗെദർ ഓൾ ദ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ഇറ്റ് ക്യാൻ ബി ഫിസിക്കൽ, ഫിനാൻഷ്യൽ ഓർ ഹ്യൂമൻ റിസോഴ്സസ് ആവാം. ഈ എല്ലാ റിസോഴ്സസിനെയും ഒരുമിച്ച് ചേർത്ത് ഒരു ഓർഗനൈസേഷൻ്റെ ഗോൾ അച്ചീവ് ചെയ്യുന്ന ഫങ്ഷനെയാണ് ഓർഗനൈസിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് സ്റ്റാഫിംഗ്. Staffing means finding right people for the right job. It includes recruitment, selection, compensation fix ചെയ്യുക. ഇങ്ങനത്തെ കുറേ ആക്ടിവിറ്റി ഇൻക്ലൂഡ് ചെയ്ത ഒരു ഫങ്ഷനാണ് സ്റ്റാഫിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് കംസ് ഡയറക്റ്റിംഗ്. വിത്തൗട്ട് ദിസ് ഫങ്ഷൻ, ഈ ഡയറക്റ്റിംഗ് ഫങ്ഷൻ ഇല്ലാതെ നേരത്തെ പറഞ്ഞ പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ് ഒന്നും കംപ്ലീറ്റ് ആവുന്നില്ല. സോ ഡയറക്റ്റിംഗ് എന്ന് പറയുന്ന ഫങ്ഷൻ ഗൈഡിങ് കൊടുക്കുക, അതുപോലെ തന്നെ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുക, മോട്ടിവേറ്റ് ചെയ്യുക. എന്തിനു വേണ്ടി? ടു അച്ചീവ് ദ ഓർഗനൈസേഷൻ ഗോൾ. ആൻഡ് ലാസ്റ്റ് കംസ് കൺട്രോളിങ്. കൺട്രോളിങ് എപ്പോഴാണ് ആവശ്യം വരുന്നത്? നമ്മൾ പ്ലാൻ ചെയ്തതനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. ദെൻ പ്ലാൻഡ് കാര്യങ്ങളും നമ്മുടെ സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്തതും അല്ലെങ്കിൽ ആക്ച്വൽസും സ്റ്റാൻഡേർഡ്സും കൂടി കമ്പയർ ചെയ്യുന്നു. ഇഫ് ദർ ഈസ് എനി ഡീവിയേഷൻ ഫ്രം ദ സ്റ്റാൻഡേർഡ്സ്, അതിന് വേണ്ട മെഷേഴ്സ് എടുക്കുന്ന പ്രോസസ്സിനെയാണ് കൺട്രോളിങ് എന്ന് പറയുന്നത്. സോ ഈ ഒരു പ്രോസസ്സ് വഴി ഒരു ഓർഗനൈസേഷൻ്റെ ഫങ്ഷൻസ് എല്ലാം തന്നെ സ്മൂത്തായിട്ട് റൺ ചെയ്യാൻ പറ്റുമെന്നാണ് ഹെൻറി ഫയോൾ അഭിപ്രായപ്പെടുന്നത്. സോ ടു റാപ്പ് അപ്പ് ടുഡേയ്സ് സെഷൻ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് മാനേജ്മെൻറ്റ് എന്താണ്, അതിൻ്റെ മെയിൻ റിസോഴ്സസ് എന്താണ്, അതുപോലെ തന്നെ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്, ഹെൻറി ഫയോളിൻ്റെ ഫേമസ് 14 പ്രിൻസിപ്പിൾസും അത് തന്നെ ഫങ്ഷൻസുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ സംശയങ്ങൾക്ക് നിങ്ങൾക്ക് ഇവിടെ കമൻറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുകയോ ചെയ്യുക. See you in the next class with another topic. This is Shalini Johnson, the Center Head, Reliance Group of Institutions.